തുടർ ജയങ്ങളിലൂടെ പോയിന്റ് പട്ടികയിൽ തലപ്പത്തേക്ക് കയറിയ ബാഴ്സ. സമനിലയും തോൽവിയുമൊക്കെയായി പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയ റയൽ മാഡ്രിഡ്. ഫുൾ ഫ്ലോയിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ്. അപ്രതീക്ഷിത റിസൾട്ടുകളിലൂടെ കടന്നുപോകുന്ന അത്ലറ്റിക് ക്ലബ്ബ്. ടോപ്പ് 2-ൽ സർപ്രൈസ് എൻട്രിയായി വിയാറയൽ. ക്രിസ്മസ് ബ്രേക്കിലേക്ക് നീങ്ങുമ്പോൾ ലാലിഗയിലെ കിരീട പോരാട്ടം അതിന്റെ ആവേശത്തിലേക്ക് ഉയരുകയാണ്. ഒക്ടോബറിൽ ചിരവൈരികളായ റയലിനോടേറ്റ തോൽവിക്ക് ശേഷം ബാഴ്സ ക്യാമ്പിലെ അന്തരീക്ഷമാകെ മാറുന്ന സ്ഥിതിയാണ് ലാലിഗയിൽ കണ്ടത്. കളിച്ച 7 കളിയിൽ 7ലും ജയം. അത്ലറ്റിക്കോ മാഡ്രിഡ് അത്ലറ്റിക് ക്ലബ് തുടങ്ങി മുന്നിൽ വന്ന ഒമ്പന്മാരെയെല്ലാം തച്ചു തകർത്ത് വിട്ടു. 24 ഗോളുകൾ എതിർ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ വഴങ്ങിയത് 8 എണ്ണം മാത്രം. ഇക്കാലയളവിൽ 13 ഉണ്ടായിരുന്ന ഗോൾ ഡിഫറൻസ് 29 എന്ന വലിയ സംഖ്യയിലേക്ക് ഉയർത്താനും ഫ്ലിക്കിനും സംഘത്തിനുമായി. പട്ടികയിൽ റയലിനെ 4 പോയിന്റ് പിന്നിലാക്കി തലപ്പത്തേക്ക് നടന്നു കയറിയതും അവരുടെ ആത്മവിശ്വാസം ഉയർത്തി. സീസണിന്റെ തുടക്കത്തിൽ ബാഴ്സ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് അവരുടെ പ്രതിരോധ നിര തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിലെ ഹൈലൈൻ ടാറ്റിക്സ് ഇക്കുറി വിജയകരമായി നടത്താനാവാതെ വന്നതോടെ ക്ലീൻ ഷീറ്റുകൾ അവർക്ക് കിട്ടാക്കനിയായി മാറി. തുടർച്ചയായ പരിക്കുകളും ടീമിനെ പിന്നോട്ടേക്ക് വലിക്കുന്നതിൽ ഒരു കാരണമായി. റഫീന്യ, ലെവൻഡോസ്കി, യമാൽ, ഓൾമോ, ഫെർമിൻ തുടങ്ങി ആദ്യ 11-ലെ പല പ്രമുഖ പേരുകളും പല ഇടവേളകളിലായി പരിക്കിന്റെ പിടിയിൽപ്പെട്ടവരായിരുന്നു. ഒന്നാം ചോയ്സ് കീപ്പറായിരുന്ന ജോൻ ഗാർഷ്യയും സീസണിൽ പരിക്ക് മൂലം പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യങ്ങളെല്ലാം ബാഴ്സയ്ക്ക് അനുകൂലമാണ്. പരിക്കേറ്റവരുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഓൾമോ ഒഴികെയുള്ള പേരുകളെല്ലാം സ്ക്വാഡിൽ തിരികെ എത്തി. ഒസാസുനക്കെതിരെ ഇരട്ട ഗോളുമായി റഫീന്റെ തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കി. ഫുൾ ഫോമിൽ കളിക്കുന്ന ഫെറാനൊപ്പം റഫീനെ കൂടി ചേരുമ്പോൾ ബാഴ്സയെ പൂട്ടുക എന്നത് എതിരാളികൾക്ക് ഇനി ദുഷ്കരമാവും. ബാഴ്സയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകളിലെ പ്രധാന പേരുകളിലൊന്ന് റൊണാൾഡോ അരോഹോയുടേതാണ്. കഴിഞ്ഞ സീസണിലൊക്കെയും ബാഴ്സ ഡിഫൻസിന്റെ നെടുംതൂണുകളിൽ ഒരാളായിരുന്ന താരത്തിന് ഈ സീസണിൽ അത്ര ശുഭകരമല്ല. പല നിർണായക മത്സരങ്ങളിലും താരത്തിന്റെ പക്കലിൽ നിന്നും ഉണ്ടാവുന്ന നിസാര പിഴവുകളിലൂടെ എതിർ ടീം ഗോളടിക്കുന്നു. ഇതോടെ മാനസികമായി തളർന്ന താരം ഫുട്ബോളിൽ നിന്നും വിരമിച്ചേക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. നിലവിൽ യാതൊരു പരിക്കുമില്ലാത്ത താരം സ്വന്തം മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ടീമിൽ നിന്നും വിട്ടുനിൽക്കുന്നതായാണ് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്രതിരോധ താരത്തെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ബാർസയിൽ സജീവമായി നടക്കുന്നുണ്ട്. ബൊറൂസിയയുടെ ജർമ്മൻ സെന്റർ ബാക്ക് നിക്കോ സ്ലോട്ടർബാക്ക്, ക്രിസ്റ്റൽ പാലസ് നായകൻ മാർഗുയി, ലെവർകൂസൻ ഫുൾ ബാക്കായ ഗ്രിമാൾഡോ, ഇന്റർ താരം ഡെൻസൽ ഡെൻഫ്രിസ് തുടങ്ങിയ പ്രമുഖ പേരുകൾ ആ പട്ടികയിലുണ്ട്. റയലിൽ കാര്യങ്ങൾ ഇനിയും ട്രാക്കിലാവാനുണ്ട്. ECG ഗ്രാഫ് പോലെ ഉയർന്നും താഴ്ന്നുമുള്ള അവരുടെ പെർഫോമൻസ് ആണ് അവരെ ബാഴ്സയ്ക്ക് പിന്നിലേക്ക് വലിച്ചിട്ടത്. എൽ ക്ലാസിക്കോ വിജയത്തോടെ ബാഴ്സയ്ക്ക് മേൽ ലീഡ് നേടിയ ടീമിനെ നിരന്തര പരിക്കും 11-ലെ പരീക്ഷണങ്ങളും തിരിഞ്ഞുകൊത്തി. ലോക ഫുട്ബോളിലെ തന്നെ പല പ്രമുഖ പേരുകളുമുള്ള റയൽ പ്രതിരോധ നിരയിൽ മതിയായ ഫിറ്റായ താരങ്ങളില്ലാത്തത് തീർത്തും ആശ്ചര്യമുണർത്തുന്ന ഒന്നാണ്. സസ്പെൻഷൻ മൂലം കരേറാസും ഫ്രാൻ ഗാർഷ്യയും പുറത്തിരുന്നപ്പോൾ അക്കാദമി താരമായ വിക്ടർ വാൾഡെപെനസാണ് അലാവസിനെതിരെ 11-ൽ കളിക്കാൻ ഇറങ്ങിയത്. സാബിയും കളിക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ചില സൗന്ദര്യ പിണക്കങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും നായകൻ ഫെഡറിക്കോ വാൽവേർഡെ അടക്കമുള്ള താരങ്ങൾ അത് നിഷേധിച്ചിരുന്നു. ക്രൂസിനെയും തൊട്ടടുത്ത സീസണിൽ മോഡ്രിച്ചിനെയും നഷ്ടപ്പെട്ട റയലിന് മധ്യനിരയിൽ കളിമെനയുന്ന ഒരു ഓർക്കസ്ട്രേറ്ററുടെ കുറവ് സീസണിൽ ഇതുവരെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഷോമെനിയും കാമാവിങ്ങയും വൽവർഡയും അടക്കമുള്ള താരങ്ങൾ ആ റോൾ ഏറ്റെടുക്കാൻ നോക്കിയെങ്കിലും പലപ്പോഴും സ്ഥിരത പുലർത്താനായിരുന്നില്ല. അതിനാൽ തന്നെ ജനുവരിയിൽ അത്തരമൊരു താരത്തെ ടീമിലെടുക്കാനുള്ള സാധ്യതകൾ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഫ്ലോറന്റീനോ പെരസ്. കഴിഞ്ഞ വിൻഡോയിൽ റയലിന്റെ റഡാറിൽ ഉണ്ടായിരുന്ന ആദം വാർട്ടൻ തന്നെയായിരിക്കും ആ റോളിലേക്കുള്ള റയലിന്റെ ഫസ്റ്റ് ചോയ്സ്. ഇംഗ്ലീഷ് താരത്തിനു വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളത്തിലുണ്ടെങ്കിലും കൂടുതൽ പണമിറക്കി താരത്തെ റാഞ്ചാൻ വേണ്ടി റയൽ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനു പുറമെ സെന്റർ ബാക്ക് ഓപ്ഷനുകളിലേക്കും റയൽ ആളെ തിരയുന്നുണ്ട്. ലിവർപൂൾ താരം കൊനാട്ടെ ഇനി വേണ്ടെന്ന് ഉറപ്പിച്ചതോടെ ഉപമെക്കാനോ, ബാർസയുടെ ടാർഗറ്റായ നിക്കോ സ്ലോട്ടർബാക്ക്, ടോട്ടനം താരം മിക്കി വാൻഡിവാൻ എന്നിവരിലേക്കാണ് റയലിന്റെ കണ്ണുകൾ നീളുന്നത്. ലോൺ അടിസ്ഥാനത്തിൽ കോമോയിൽ കളിക്കുന്ന നിക്കോ പാസിനെ തിരിച്ചു കൊണ്ടുവരാനും റയൽ ആലോചിക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ സീരിയയിൽ 5 ഗോളും 5 അസിസ്റ്റുമായി താരം മികച്ച ഫോമിലാണ് പന്തു തട്ടുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീഴ്ത്തിയ അത്ലറ്റിക് ക്ലബിനെ ബാഴ്സ തകർത്തുവിടുന്നു. ബാഴ്സയോട് ജയിച്ച റയൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് മുന്നിൽ തകർന്നടിയുന്നു. ഇതിനിടയിൽ ആരും അറിയാതെ വിയാറയൽ പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് കയറുന്നു. സീസൺ പകുതിയോടടുക്കുമ്പോഴേക്കും ലാലിഗയിൽ പ്രവചനങ്ങൾക്ക് യാതൊരു സ്കോപ്പുമില്ല എന്ന സ്ഥിതിയിലേക്ക് മാറി. ആരും ആരെയും വീഴ്ത്തും. വമ്പന്മാർക്ക് കാലിടറുമ്പോൾ ഇത്തിരി കുഞ്ഞന്മാർ പിഴക്കാത്ത തളത്തിൽ കൊതിക്കും. പിച്ചിജി ട്രോഫിക്കായുള്ള പോരാട്ടവും കൊടുമ്പിരി കൊള്ളുന്നു. കോപ്പ ഡെൽറേ മത്സരങ്ങൾ കൂടി ആരംഭിക്കുന്നതോടെ കളി ഇനിത്തിരി കാര്യമാവും. ഫുൾ ഫ്ലോയിൽ ഓടുന്ന ബാഴ്സ ഇക്കുറി കിരീടം നിലനിർത്തുമോ? അതോ ലെവർകൂസനിലേതുപോലെ സാബി തന്റെ ആദ്യ സീസണിൽ കിരീടത്തിൽ മുത്തമിടുമോ? ക്യാമിയോ റോളിലെത്തി ഞെട്ടിക്കാൻ സിമിയോണിക്കും സംഘത്തിനും സാധ്യതയുണ്ടോ? അതോ മൂവരെയും മറികടന്ന് മറ്റൊരു വിജയം ഉണ്ടാവുമോ? കാത്തിരിക്കാം.